ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് ഒരു അഫ്ഗാനി ഓംലേറ്റുമായിട്ടാണ്. സിമ്പിളും ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് 2 വലിയ പൊട്ടാറ്റോ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്ത് ഉപ്പെല്ലാം അതിന് പാകമായതിന് ശേഷം ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വേവിക്കാം. അപ്പോൾ അടച്ച് വേവിക്കുമ്പോൾ ഇത് കരിയാതിരിക്കാൻ നല്ലതുപോലെ ശ്രദ്ധിക്കണം. പൊട്ടോറ്റോ നല്ലതുപോലെ വേവുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കും. ഞാൻ ഒരുപാട് നേരം ഇത് ഇളക്കിയിട്ടുണ്ട്. തുറന്നിട്ടാണ് ഞാൻ വേവിച്ചത്. കാരണം ഇത് അടി പിടിക്കും എന്നുള്ള പേടിയിൽ ഞാനിത് അധിക നേരം തുറന്ന് വെച്ചിട്ടാണ് വേവിച്ചിട്ടുള്ളത്. പൊട്ടോറ്റോ നല്ലതുപോലെ വെന്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ഒനിയൻ, അതായത് ഒരു വലിയ ഉള്ളിയാണെങ്കിൽ വലുതാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 കൊടുക്കാം. ഇനി ഇത് രണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കൂടി അടച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത് നല്ലൊന്ന് വെന്ത് ആ ഉള്ളിയുടെ നിറം എല്ലാം മാറി കിട്ടുന്ന വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നല്ലതുപോലെ ഈ ഒരു കളറായി കിട്ടണം രണ്ടും. അതിനുശേഷം ഇതിലേക്ക് 1 തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ പുളിപ്പ് ഓവർ വേണ്ട, അതുകൊണ്ട് നേരിയ 1 തക്കാളി തന്നെ മതിയാവും. നേരിയ പഴുപ്പുള്ള 1 തക്കാളിയാണ് നല്ലത്. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേറെ മസാല ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ചേർക്കാവുന്നതാണ്, പക്ഷേ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി മുളക് പൊടിയെല്ലാം ചേർക്കുമ്പോൾ ഇത്തിരി കളറിന് ചേഞ്ച് ഉണ്ടാവും, വേറെ ടേസ്റ്റിനൊന്നും മാറ്റുണ്ടാവില്ല. ഞാൻ ഇതിന് മുമ്പ് ട്രൈ ചെയ്തപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേർത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി അടച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം അടി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. ഈ ഒരു തവ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, കാരണം ഉരുളെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതയാൻ വേണ്ടി വേണമെങ്കിൽ മാത്രം. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇങ്ങനെ ഉണ്ണി ജസ്റ്റ് നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് കലക്കി വയ്ക്കാവുന്നതാണ്, പക്ഷേ ഇത് റിയലായിട്ട് ഇങ്ങനെ ഉണ്ണി നിൽക്കുന്നതാണ് അതിന് കൂടുതലൊരു ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ അഥവാ ഇനി കലങ്ങി പോവുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ സ്പ്രെഡ് ആവുകയാണെങ്കിൽ കുഴപ്പമില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ 2 മുട്ട കൊളായിട്ടുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. അത് വെന്ത് കിട്ടുമ്പോൾ അത് റെഡിയായി കിട്ടും. ഇനി അതിലേക്ക് നടു കീറിയ ജസ്റ്റ് ഒന്ന് കീറി കൊടുത്തിട്ടുള്ള പച്ചമുളക് നമുക്ക് വെച്ച് കൊടുക്കും. ആ പച്ചമുളക് കൂട്ടി കടിക്കുമ്പോഴാണ് ഇതിൻ്റെ റിയൽ ടേസ്റ്റ്. ആ റെഡ് അത് ഞാൻ ചുവന്ന മുളക് അരിഞ്ഞ് വെച്ചതാണ്. ഇനി അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും വിതറി കൊടുക്കുക. ഉണ്ണിയുടെ ഉള്ളിലേക്കൊന്നും ഉപ്പ് എത്തില്ലല്ലോ, അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് മേലെ വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് അടച്ച് വേവിക്കണം. ഇങ്ങനെ തന്നെ കഴിക്കാം, പക്ഷേ അതിന് മേലെ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വേവിക്കുക. ഇത് അതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അന്ന് ഇതുപോലെ മുട്ട സ്പ്രെഡായി പോയിട്ടുള്ളതാണ്, പക്ഷേ കുഴപ്പമൊന്നുമില്ല, അതൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മേലെ നമുക്ക് കൊറിയാണ്ടർ ലീഫ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇനി 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വേവിക്കണം. അപ്പോഴാണ് ആ ഒരു മല്ലിയിലയുടെ റിയൽ ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു നല്ലൊരു ഇതാണ്. അതിനേക്കാളുപരി ഇത് അടച്ചൊന്നുകൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ആ സ്മെല്ലാണ് ഒരു രക്ഷയില്ല, പൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്ക് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യും. അപ്പോൾ ഇന്ന് എൻ്റെ ഡിഷ് ടേസ്റ്റ് ചെയ്യാൻ ഞാനുണ്ട്. അപ്പോൾ എന്താ അത് കഴിച്ചിട്ട് എന്താ അഭിപ്രായം പറയണമെന്ന് നോക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ അങ്ങനെയൊക്കെ കഴിക്കാവുന്നതാണ്. നല്ലൊരു ഡിഷാണിത്, നല്ല ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ ഇനി ബാക്കി അവൻ പറയട്ടെ. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി. ഇഷ്ടമായോ? ഇഷ്ടമായി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ബൈ.